ഫുക്രിയിലേക്ക് സ്വാഗതം. ഇംഗ്ലണ്ടിൻ്റെ ടെസ്റ്റ് ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സ് വലിയൊരു പ്രശ്നത്തിൽ പോയി പെട്ടിരിക്കുകയാണ്. അദ്ദേഹം ന്യൂസിലാൻഡിനെതിരെ കഴിഞ്ഞ ദിവസം അവസാനിച്ച ഇംഗ്ലണ്ടിലെ ലോർഡ്സിൽ നടന്ന മത്സരം, ന്യൂസിലാൻഡിനെതിരെ ടെസ്റ്റ് മത്സരം ജയിച്ചു കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസിലാണ് ജയിച്ചത്. അദ്ദേഹം കുറേ കാലമായിട്ട് അവരുടെ ക്യാപ്റ്റനാണ് ഇംഗ്ലണ്ടിൻ്റെ. ആ ജയം ആഘോഷിക്കാൻ വേണ്ടി ബൗളർ ആ ടെസ്റ്റ് മത്സരത്തിൽ ഏറ്റവും നന്നായി ബൗൾ ചെയ്ത അറ്റ്കിൻസൺ എന്ന് പറയുന്ന ഫാസ്റ്റ് ബൗളർ 5 വിക്കറ്റ് വീഴ്ത്തിയിരുന്നു അദ്ദേഹം. ആ അറ്റ്കിൻസണുമായിട്ട് ചേർന്നിട്ട് ഈ വിജയം ആഘോഷിക്കാൻ ലണ്ടനിലെ നൈറ്റ് ക്ലബ്ബിൽ പോയി രാത്രി. എന്നിട്ട് അവിടെ അടിയുണ്ടാക്കി. റഗ്ബി താരമായിട്ടാണ് അടിയുണ്ടാക്കിയത്. റഗ്ബി ടീം അവർ മൊത്തം കളിക്കാർ എന്തൊക്കെയോ ആഘോഷമായിട്ട് അവിടെ വന്നിരുന്നു. അവരുമായിട്ട് അടിയുണ്ടാക്കി, പൊരിഞ്ഞ അടിയുണ്ടായി. റഗ്ബി താരം എടുത്ത് നിലത്തിട്ട് അടിച്ചു ബെൻ സ്റ്റോക്സിനെ എന്നാണ് അറിയുന്നത്. എന്തായാലും കാര്യങ്ങൾ കൈവിട്ട് പോയിരിക്കുകയാണ്. ബെൻ സ്റ്റോക്സിനോട് കൃത്യമായി ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബോർഡ് പറഞ്ഞിരിക്കുന്നു, ഒന്നുകിൽ രാജിവെക്കുക അല്ലെങ്കിൽ ഞങ്ങൾ പുറത്താക്കും. സ്വയം രാജിവെച്ചാൽ ടീമിൽ കളിക്കാരനായിട്ട് തുടരാം എന്നും പറഞ്ഞതായിട്ട് അറിയുന്നുണ്ട്. അങ്ങനെയാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അതല്ലെങ്കിൽ എടുത്ത് ദൂരെ കളയും എന്ന് തന്നെ സ്റ്റോക്സിനോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബോർഡ്. സ്റ്റോക്സിനെ സംബന്ധിച്ചിടത്തോളം ആഷസിൽ 1-4 ടെസ്റ്റിനാണ് ഇംഗ്ലണ്ട് തോറ്റത്. 1-4 മത്സരങ്ങളിൽ തോറ്റ് തുന്നമ്പാടി. അന്ന് തന്നെ ടീമിൻ്റെ ഈ മദ്യപാനശീലത്തെ രൂക്ഷമായി വിമർശിക്കപ്പെട്ടിരുന്നു. കളിക്കാർ കളിയിൽ ശ്രദ്ധിക്കാതെ രാത്രി മുഴുവൻ മദ്യപിച്ച് നടക്കുകയാണ് എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉയർന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇംഗ്ലണ്ട് ഒരു പെരുമാറ്റച്ചട്ടം കൊണ്ടുവരാൻ ഇരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് അങ്ങനെ പെരുമാറ്റച്ചട്ടം കൂടുന്നത് കളിക്കാരെ മാതൃക കാണിക്കേണ്ട ക്യാപ്റ്റൻ തന്നെ പോയി അടിയുണ്ടാക്കിയിരിക്കുന്നത്. ബെൻ സ്റ്റോക്സിനെ സംബന്ധിച്ചിടത്തോളം പുതിയ കാര്യമൊന്നുമല്ല. പണ്ടും ഇതുപോലെ പല പ്രശ്നങ്ങളുണ്ടാക്കി ഒന്ന് ഒതുങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷമാണ് കുറേ കാലം സസ്പെൻഷനും കാര്യങ്ങളൊക്കെ ആയി ക്രിക്കറ്റിൽ നിന്ന് മാറി നിന്ന് പിന്നീട് തിരിച്ചു വന്ന് ക്യാപ്റ്റൻസി അടക്കം കിട്ടിയതാണ് ഇംഗ്ലണ്ടിൻ്റെ. അതൊരു ചെറിയ കാര്യമല്ല. അപ്പോൾ എന്നിട്ടാണ് ഇപ്പോൾ വീണ്ടും അടിയുണ്ടാക്കി മൊത്തം അലമ്പാണ്. സ്റ്റോക്സ് റിട്ടയർ ചെയ്യും ക്രിക്കറ്റിൽ നിന്ന്. ഇപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ മാത്രമാണ് സ്റ്റോക്സ് കളിക്കുന്നത്. സ്റ്റോക്സ് ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും കൂടി വിരമിക്കും എന്ന സൂചനകളും വരുന്നുണ്ട്. അതായത് ക്യാപ്റ്റൻസി ഒഴിവാകുന്നതിനോടൊപ്പം തന്നെ ക്രിക്കറ്റിൽ നിന്ന് 15 കൊല്ലത്തെ കരിയർ അവസാനിപ്പിക്കും എന്നും പറയുന്നുണ്ട്. എന്തായാലും ഇംഗ്ലണ്ട് ക്രിക്കറ്റിലെ വിദഗ്ധർ രവി ബപ്പാരെ പോലുള്ള മുൻകാല ക്രിക്കറ്റ് താരങ്ങൾ പറയുന്നുണ്ട്, കാര്യങ്ങൾ വിശദമായി പഠിച്ച ശേഷമേ ഒരു കൺക്ലൂഷനിലേക്ക് എത്താവൂ, ഒരു തീരുമാനത്തിലേക്ക് എത്താവൂ. സ്റ്റോക്സ് വലിയൊരു കളിക്കാരനാണ്. അദ്ദേഹത്തെ പെട്ടെന്ന് പറഞ്ഞു വിടുന്ന രീതിയിൽ കാര്യങ്ങൾ ഉണ്ടാകരുത്. നന്നായിട്ട് ആലോചിച്ചിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ എന്ന് റിട്ടയർമെൻറ്റ് അഭ്യൂഹം വന്നതോടുകൂടി, വിരമിക്കുന്നു എന്ന അഭ്യൂഹം വന്നതോടുകൂടി, അങ്ങനെയാണ് അദ്ദേഹം വിരമിക്കുകയാണെങ്കിൽ അതൊരു ദുഃഖകരമായ വിരമിക്കലായിരിക്കുമെന്ന് രവി ബൊപ്പാര പറയുന്നുണ്ട്. ആ 15 കൊല്ലം നീണ്ട ഉജ്ജ്വലമായ ഒരു കരിയർ ഈ രീതിയിൽ ഒരു നൈറ്റ് ക്ലബ്ബിലെ അടിയിൽ തുടർന്ന് അവസാനിപ്പിക്കേണ്ടി വരുന്നത് സങ്കടകരമാണ്. അത് അങ്ങനെ അവസാനിക്കരുത് എന്നൊക്കെ രവി ബൊപ്പാരെ പോലുള്ള ആളുകൾ പറയുന്നുണ്ട്. എന്തായാലും വിരമിക്കാൻ സാധ്യത കൂടുതലാണെന്നൊക്കെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എന്തായാലും അദ്ദേഹം ഔദ്യോഗികമായി ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല. അതേസമയം ക്രിക്കറ്റിൽ നിന്ന് ചെറിയൊരു ബ്രേക്ക് എടുത്ത് മാറി നിന്ന് പിന്നീട് തിരിച്ചു വരുന്നതിനെക്കുറിച്ചും സ്റ്റോക്സ് ആലോചിക്കുന്നു എന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെയൊക്കെ ആവുമെന്ന് അറിയില്ല. എന്തായാലും നൈറ്റ് ക്ലബ്ബിൽ അടി ഉണ്ടാക്കി എന്നുള്ളത് സത്യമാണ്. അറ്റ്കിൻസണുമായിട്ട് പോയിട്ട് റഗ്ബി താരത്തിന് നല്ല അടിയും കിട്ടിയിട്ടുണ്ട്. നല്ല അടി വാങ്ങിയിട്ടാണ് സ്റ്റോക്സ് വന്നത് എന്ന് അറിയുന്നുണ്ട്. എന്തായാലും സ്റ്റോക്സിൻ്റെ കാര്യങ്ങൾ വളരെ ദയനീയമാണ്. ഇനിയുള്ള മണിക്കൂറുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.